ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പാലക്കാട് കരിമ്പനകളുടെ നാടാണല്ലോ. അതുപോലെ തന്നെ പാലക്കാടൻ കരിമ്പനക്കൂമ്പിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ കരിമ്പനയുടെ തന്നെ പനന്നൊങ്കില്ലേ, അത് പഴുത്ത് കഴിയുമ്പോൾ മണ്ണിനടിയിൽ കുഴിച്ചിട്ടാണ് നമ്മൾ ഈ കൂമ്പ് ഉണ്ടാക്കിയെടുക്കുന്നത്. അത് ഇവിടെ എല്ലാവരും കഴിക്കാറുണ്ട് അത്യാവശ്യം. ഇതിപ്പോൾ നമ്മുടെ വീടിൻ്റെ ബാക്കിലുള്ള പറമ്പാണ് കേട്ടോ. ഇവിടെ പനയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഇതാണ് പന. ഓൾമോസ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആ പനയുടെ താഴെ പഴുത്ത് കിടക്കുന്ന നമ്മുടെ പനനൊങ്ക് എടുത്തിട്ട് നമ്മൾ മണ്ണിനടിയിൽ കുഴിച്ചിട്ടിട്ടാണ് കരിമ്പനക്കൂമ്പ് ഉണ്ടാക്കാറ്. സത്യം പറഞ്ഞാൽ ഇത് കരിമ്പനക്കൂമ്പ് ആയതിനു ശേഷം അമ്മ മണ്ണിൻ്റെ അടിയിൽ നിന്ന് കൂമ്പ് കുഴിച്ചെടുക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് ഓർത്തത്. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇവിടെ പനയുടെ താഴെ വന്നപ്പോൾ നമുക്ക് പനനൊങ്ക് പഴുത്തതൊന്നുമില്ല, നമ്മുടെ പനനൊങ്ക് ഉണങ്ങി കിടക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഉണ്ടാവും, ഇതൊക്കെ മുളച്ച് കിടക്കുന്നതാണ്. ഇതെടുത്ത് നമ്മൾ കട്ട് ചെയ്ത് കഴിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മുടെ പൊങ്ങില്ല, തേങ്ങയ്ക്കകത്തുള്ളത്, അതുപോലെയുള്ള പൊങ്ങ് ഇതിനകത്ത് ഉണ്ടാവും. ഇത് പഴുത്തത് നമ്മൾ മണ്ണിനടിയിൽ കുഴിച്ചിട്ടിട്ടാണ് നമുക്ക് പനനൊങ്ക് നമ്മൾ എടുക്കണം കേട്ടോ. ഇതൊക്കെ കണ്ടില്ലേ, ഇത് പൊട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് പൊങ്ങ് കിട്ടും. ഇതുണ്ട്. ഇത് അത്യാവശ്യം വലിയൊരു പറമ്പാണ്. ഈ പറമ്പിൽ നിന്നിട്ടാണ് നമ്മൾ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് കേട്ടോ. അതെ, ഇത് കരിമ്പനയുടെ ചെറിയ കരിമ്പന, ഇതൊക്കെ വളർന്നു വരുന്നേ ഉള്ളൂ. ഇതൊരെണ്ണം. ഇതാണ് ഉള്ളതിലെ ഏറ്റവും വലുത്. ഇതിൽ നിന്നും വീണ പനനൊങ്ക് എടുത്തിട്ടാണ് നമ്മൾ കുഴിച്ചിട്ടിട്ട് നമ്മൾ കരിമ്പനക്കൂമ്പ് ഇവിടെ ഉണ്ടാക്കിയത് കേട്ടോ. നമുക്കിനി മണ്ണിൻ്റെ അടിയിൽ നിന്ന് കുഴിച്ചെടുത്ത കരിമ്പനക്കൂമ്പ് പോയി കാണാം. ഇനി ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല കാണാനായിട്ട്, ഇവിടെ എല്ലാം ഉണങ്ങിയതാണ്. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോവാം. അപ്പോൾ അതെ, ഒരു മുളച്ച പനനൊങ്ക് ഞാൻ അവിടെ നിന്ന് എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഒരെണ്ണം പൊട്ടിച്ചു. അത് പൊട്ടിച്ച് നോക്കി, പക്ഷെ അത് കേടായിരുന്നു കേട്ടോ. അതിനകത്ത് ഇത് ചീത്തയായിരിക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ പൊട്ടിച്ചതിന് ഇതിനകത്ത് ഇങ്ങനെ പൊങ്ങ് കാണാം. അത് നല്ലതാണെങ്കിൽ നമുക്ക് കഴിക്കാം, അല്ലാതാണെങ്കിൽ കളയാം. ഇവിടെയാണ് കേട്ടോ നമ്മളത് കുഴിച്ചിട്ട് കരിമ്പനക്കൂമ്പ് കളച്ചെടുത്തത്. ഇവിടെ ഒരെണ്ണം കിടപ്പുണ്ട്. അപ്പോൾ നമുക്കിനി പറിച്ച് വെച്ചിരിക്കുന്നത് പോയി കാണാം കേട്ടോ. വെറുതെ ഓൾറെഡി അമ്മ അത് ക്ലീനിങ് തുടങ്ങി. അപ്പോൾ അത് ക്ലീൻ ചെയ്തെടുക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. കൊണ്ടുവന്ന് ഉണ്ടാക്കി തിന്നുന്നതാണ്. തൈനൂന് തരില്ലേട്ടാ. നമ്മ വട്ടത്തിലിട്ടു പറഞ്ഞാൽ അതിൻ്റെ അരുക് ചുറ്റും വാങ്ങിയാ വേഗം വലിച്ചാൽ കിട്ടും. ഇത് മണ്ണൊന്നായി കൂട്ടിയതല്ലേ. എവിടെയെങ്കിലും അപ്പോൾ ഇത് നന്നായി വെള്ളത്തിലിട്ട് കഴുകി ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിക്കാം കേട്ടോ. അപ്പോൾ ഇത് ഫുൾ ഫൈബർ റിച്ച് ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് അതായത് കോൺസ്റ്റിപ്പേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ഒത്തിരി ഹെൽപ്ഫുള്ളാണ് കേട്ടോ. ഡോക്ടേഴ്സൊക്കെ പറയാറുള്ളത് നാരടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് നല്ല ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡാണ്. നമുക്കിനി ഇത് വേവിക്കേണ്ടത് കാണാം. ഇത് നമ്മൾ ഇത് ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് നന്നായി വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കരിമ്പനക്കൂമ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്ത് കഴിക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ
ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ വീഡിയോ കാണുന്നതിൽ പാലക്കാട് നിന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണേ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ, ടാറ്റാ.